നമസ്കാരം. 100 ന്യൂസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ പദ്ധതി ഒറ്റഘട്ടമായി നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ. കൽപ്പറ്റയിലും നെടുമ്പാലയിലുമായി 2 ടൗൺഷിപ്പുകൾ നിർമ്മിക്കും. കിഫ്കോൺ നിർമ്മാണ ഏജൻസി നിർമ്മാണ ചുമതല ഊരാളുങ്കലിന്. കണ്ണൂർ തളിപ്പറമ്പിനടുത്ത് വളക്കയിൽ സ്കൂൾ ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞ് ഒരു കുട്ടിക്ക് ദാരുണാന്ത്യം. അപകടത്തിൽപ്പെട്ടത് കുറുമാത്തൂർ ചിന്മയ സ്കൂളിന്റെ ബസ്. മരിച്ചത് 5ാം ക്ലാസ് വിദ്യാർത്ഥിനി നേദ്യ എസ് രാജേഷ്. 15 വിദ്യാർത്ഥികൾക്ക് പരുക്ക്. ഒരു വിദ്യാർത്ഥിയുടെ നില ഗുരുതരം. ബസ് അമിത വേഗതയിലായിരുന്നുവെന്നും ഡ്രൈവറുടെ വീഴ്ചയെന്നും MVI. സനാതനധർമ്മ പരാമർശത്തിൽ ഉറച്ച് മുഖ്യമന്ത്രി. ശ്രീനാരായണ ഗുരുവിനെ സനാതനധർമ്മവുമായി കൂട്ടിക്കെട്ടേണ്ടതില്ല. ഗുരുവിനെ ചാതുർവർണ്ണയത്തിൽ തളയ്ക്കാൻ ശ്രമമെന്ന് KPCC അധ്യക്ഷൻ. മുഖ്യമന്ത്രിയോടും K സുധാകരനോടും വിയോജിച്ച് VD സതീശൻ. മുഖ്യമന്ത്രി സനാതനധർമ്മത്തെ ദുർവ്യാഖ്യാനം ചെയ്തെന്ന് വിമർശനം. മുഖ്യമന്ത്രിയുടെ പരാമർശം ദേശീയ തലത്തിൽ ചർച്ചയാക്കി BJP. മേൽവസ്ത്രം ധരിച്ചുള്ള ക്ഷേത്രപ്രവേശനം നിലവിൽ ആലോചനയിലില്ലെന്ന് മന്ത്രി VN വാസവൻ. പൂനെയിൽ കാണാതായ മലയാളി സൈനികൻ വിഷ്ണുവിനെ നാട്ടിലെത്തിച്ചു. കാണാതായി 16ാം ദിവസമാണ് ബംഗളൂരുവിൽ നിന്ന് കണ്ടെത്തിയത്. സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം മാറി നിന്നു എന്നാണ് വിഷ്ണു പോലീസിന് നൽകിയ മൊഴി. കലൂരിലെ വിവാദ നൃത്ത പരിപാടി സംഘടിപ്പിച്ച മൃദംഗ വിഷന്റെ സാമ്പത്തിക ഇടപാടുകളിൽ പോലീസ് കേസെടുത്തു. MDയും CEOയും ഉൾപ്പെടെ 4 പേർക്കെതിരെ FIR. സ്റ്റേജ് നിർമ്മിച്ചപ്പോൾ GCDയെ എതിർപ്പ് അറിയിച്ചിരുന്നില്ലെന്ന സംഘാടകർ. വേദി പരിശോധിച്ച ഹെൽത്ത് ഇൻസ്പെക്ടറെ സസ്പെൻഡ് ചെയ്ത കൊച്ചി കോർപ്പറേഷൻ. ഉമാ തോമസ് MLAയുടെ ആരോഗ്യനിലയിൽ പുരോഗതി. കലൂർ സ്റ്റേഡിയത്തിലെ നൃത്ത പരിപാടിക്കായി മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നുവെന്ന് സംഘാടകരായ മൃദംഗ വിഷൻ MD M നികോഷ് കുമാർ. അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടാൽ കീഴടങ്ങും. സ്റ്റേജ് നിർമ്മിച്ചപ്പോൾ GCDയെ എതിർപ്പ് അറിയിച്ചിരുന്നില്ലെന്നും നികോഷ് കുമാർ. നിയുക്ത ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ കേരളത്തിലെത്തി. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ സ്വീകരിക്കാൻ മുഖ്യമന്ത്രിയും സ്പീക്കറും മന്ത്രിമാരും. സത്യപ്രതിജ്ഞ നാളെ രാവിലെ 10:30 രാജ്ഭവനിൽ. ജനുവരി 17 മുതൽ നിയമസഭാ സമ്മേളനം വിളിക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. സമസ്തയിൽ ലീഗ് അനുകൂല വിരുദ്ധ ചേരികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ രൂക്ഷമായിരിക്കെ മുശാവറ യോഗം ഈ മാസം 7 കോഴിക്കോട്. വിവാദ വിഷയങ്ങൾ ചർച്ച ചെയ്യും. പ്രശ്നം പരിഹരിക്കുകയാണ് മുശാവറയുടെ പ്രധാന ലക്ഷ്യം. മാലിന്യ നീക്കത്തിൽ റെയിൽവേക്കെതിരെ വീണ്ടും തിരുവനന്തപുരം കോർപ്പറേഷൻ. റെയിൽവേ 10 ലോഡ് മാലിന്യങ്ങൾ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് നിക്ഷേപിച്ചുവെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ. പോലീസ് സഹായത്തോടെ FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്തുവെന്നും മേയർ. അമേരിക്കയിൽ ന്യൂ ഓർലിയൻസിൽ പുതുവത്സരാഘോഷങ്ങൾക്കിടെ ആക്രമണം. ആൾക്കൂട്ടത്തിനിടയിലേക്ക് വാഹനം ഓടിച്ചു കയറ്റിയ അക്രമി. 10 പേർ മരിച്ചെന്ന് റിപ്പോർട്ട്. വാഹനം ഓടിച്ചയാൾ വെടിയുതിർത്തെന്നും ദൃക്സാക്ഷികൾ. 30-ലേറെ പേർക്ക് പരിക്കേറ്റെന്ന് പ്രാഥമിക വിവരം. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് ഭാരതരത്ന നൽകണമെന്ന ആവശ്യം കോൺഗ്രസിൽ ശക്തം. ഭാരതരത്ന നൽകണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്ന പ്രമേയം തെലങ്കാന സർക്കാർ പാസാക്കിയതിന് പിന്നാലെയാണ് നീക്കം. സിഖ് വോട്ടുകളിൽ കണ്ണുവെച്ചാണ് കോൺഗ്രസ് നീക്കമെന്ന് BJP. തൃശൂർ ചായ്പൻകുഴി ഫോറസ്റ്റ് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർക്കെതിരെ പരാതി. പ്രതികാര നടപടിയുടെ ഭാഗമായി കീഴുദ്യോഗസ്ഥരെ തൊഴിൽ പീഡനത്തിന് ഇരയാക്കിയെന്നാണ് പരാതി. ഡെപ്യൂട്ടി റേഞ്ചർ അനിൽകുമാറിനെതിരെ വനിതാ ജീവനക്കാർ ഉൾപ്പെടെ പരാതി നൽകി. ഇടുക്കി പീരുമേട് പരുന്തുംപാറയിൽ യുവാക്കൾ സഞ്ചരിച്ച കാറിന് മുന്നിൽ കടുവ. ഇന്ന് പുലർച്ചെയാണ് വിനോദസഞ്ചാരികളുടെ കാറിന് മുന്നിലൂടെ കടുവ റോഡ് മുറിച്ചു കടന്നത്. കോട്ടയം പുതുപ്പള്ളി സ്വദേശി അനന്തു ബാബുവാണ് ദൃശ്യങ്ങൾ പകർത്തിയത്. സൈബർ പോരാളികളെ നിയന്ത്രിക്കാൻ CPI. സൈബർ ഇടങ്ങളിൽ പാർട്ടി വിരുദ്ധ പോസ്റ്റ് ഇടുന്നവർക്കെതിരെ കർശന നടപടി. സംസ്ഥാന കൗൺസിൽ അംഗീകരിച്ച പുതുക്കിയ പെരുമാറ്റച്ചട്ടത്തിലാണ് ഇതു സംബന്ധിച്ച് വ്യവസ്ഥയുള്ളത്. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. പ്രമുഖ സസ്യശാസ്ത്രജ്ഞനും പത്മശ്രീ ജേതാവുമായ പ്രൊഫസർ KS മണിലാൽ അന്തരിച്ചു. 86 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ രോഗങ്ങളെ തുടർന്ന് തൃശൂർ എലൈറ്റ് ആശുപത്രിയിലായിരുന്നു അന്ത്യം. NCP മന്ത്രിമാറ്റത്തിൽ തോമസ് കെ തോമസിന് നിലപാടറിയിച്ച് മുഖ്യമന്ത്രി. മന്ത്രിമാറ്റം അടഞ്ഞ അധ്യായമെന്ന് മുഖ്യമന്ത്രി നിലപാട് പറഞ്ഞതോടെ NCP സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോയോട് തോമസ് കെ തോമസ് അതൃപ്തി പ്രകടിപ്പിച്ചുവെന്ന് സൂചന. സംസ്ഥാനത്ത് വൈദ്യുതി ചാർജിൽ ഇന്നു മുതൽ നേരിയ വർധന. യൂണിറ്റിന് 19 പൈസ വെച്ച് സർചാർജ് ഈടാക്കും. നേരത്തെ ജനുവരി മുതൽ സ്വന്തം നിലയിൽ യൂണിറ്റിന് 10 പൈസ ഈടാക്കാൻ KSEB തീരുമാനിച്ചിരുന്നു. ശബരിമല സന്നിധാനത്ത് തീർത്ഥാടകരുടെ തിരക്ക് തുടരുന്നു. തുടർച്ചയായ 2ാം ദിനവും ദർശനം നടത്തിയവരുടെ എണ്ണം 1 ലക്ഷം പിന്നിട്ടു. പുതുവത്സര ദിനമായതിനാൽ ഇന്നും ഭക്തരുടെ തിരക്ക് അനുഭവപ്പെട്ടു.
പാലക്കാട് ധോണിയിൽ കാട്ടാന വീണ്ടും കൃഷി നശിപ്പിച്ചു. അരിമണി സ്വദേശി ഗോപിയുടെ കൃഷിയിടത്തിൽ ഇന്ന് പുലർച്ചെയാണ് കാട്ടാന എത്തിയത്. പാലക്കാട് അട്ടപ്പാടിയിൽ പുതുവത്സരാഘോഷത്തിനിടെ മദ്യലഹരിയിൽ റോഡിൽ കിടന്ന യുവാവിന് ബൈക്കിടിച്ച് ഗുരുതര പരിക്ക്. മേലേമുള്ളി സ്വദേശി ശിവനാണ് ഗുരുതരമായി പരിക്കേറ്റത്. കോഴിക്കോട് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ബസ് ഓടിച്ച സംഭവത്തിൽ സ്വകാര്യ ബസ് ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. കോഴിക്കോട് നരിക്കുനി റൂട്ടിലെ ഫാമിലി ബസിലെ ഡ്രൈവർ കെ മുഹമ്മദ് ഹാരിസിനെതിരായാണ് നടപടി. തിരുവനന്തപുരം വഴയിലയിൽ ഓട്ടോറിക്ഷയും ബൈക്കും കൂട്ടിയിടിച്ച് പരിക്കേറ്റ യുവാവ് മരിച്ചു. അരുവിക്കര സ്വദേശി ഷാലു അജയ് ആണ് മരിച്ചത്. ഇന്നലെ രാത്രിയായിരുന്നു അപകടം. കണ്ണൂർ ഇരിട്ടിയിൽ വിമുക്ത ഭടനെ വീടിനുള്ളിൽ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. കീഴ്പള്ളി അത്തിക്കലിലെ ജോണി അലക്സ് ആണ് മരിച്ചത്. എരുമേലി കണമല അട്ടിപ്പളവിൽ ശബരിമല തീർത്ഥാടക സംഘം സഞ്ചരിച്ച ബസ് മറിഞ്ഞ് ഡ്രൈവർ മരിച്ചു. ആന്ധ്ര സ്വദേശി രാജു ആണ് മരിച്ചത്. പരിക്കേറ്റ 7 പേരെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. തിരുവനന്തപുരം നഗരൂരിൽ ക്ഷേത്രത്തിന് സമീപം മദ്യപിച്ച് വാഹനം ഓടിച്ചു കയറ്റിയതുമായി ബന്ധപ്പെട്ട് സംഘർഷം. 2 പേർക്ക് പരിക്കേറ്റു. വടക്കോട്ടുകാവ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്ര പരിസരത്താണ് ഇന്നലെ രാത്രി സംഘർഷമുണ്ടായത്. കണ്ണൂർ സർവകലാശാലയിൽ അംഗീകാരമില്ലാത്ത കോഴ്സിൽ പ്രവേശനം നൽകിയ സംഭവത്തിൽ സർവകലാശാല അന്വേഷണം ആരംഭിച്ചു. സിൻഡിക്കേറ്റ് സമിതി അന്വേഷണത്തിന് നിയോഗിച്ചു. വയനാട് WMO ഇമാം ഗസാലി ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് അംഗീകാരമില്ലാത്ത BCom കോഴ്സിന് അഡ്മിഷൻ നൽകിയത്. പുതുവത്സര രാത്രി തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് യുവാവിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളായ വിദ്യാർത്ഥികൾ ലഹരിക്കടിമകളെന്ന് പോലീസ്. കൊലയ്ക്കുപയോഗിച്ച കത്തി വിദ്യാർത്ഥികളുടേത് തന്നെയെന്നും പോലീസ്. നവകേരള ബസ് വീണ്ടും സർവീസ് ആരംഭിച്ചു. രൂപമാറ്റം വരുത്തിയ ശേഷമുള്ള ആദ്യ സർവീസ് കോഴിക്കോട് നിന്ന് ബംഗളൂരുവിലേക്ക്. സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചതും നിരക്ക് കുറച്ചതും യാത്രക്കാർക്ക് ആശ്വാസം. തിരുവനന്തപുരം RCCയിലെ ഒളിക്യാമറ വിവാദത്തിൽ ആരോഗ്യമന്ത്രി RCC ഡയറക്ടറോട് വിശദീകരണം തേടി. RCCയിൽ ഒളിക്യാമറ വെച്ചതിന് തെളിവില്ലെന്നാണ് ഡയറക്ടർ മന്ത്രിയെ അറിയിച്ചത്. TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി കൊടിസുനിക്ക് പരോൾ നൽകിയതിനെ ന്യായീകരിച്ചു CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പരോൾ തടവുകാരന്റെ അവകാശമാണ്. ആർക്കെങ്കിലും പരോൾ നൽകുന്നതിൽ CPIM ഇടപെടാറില്ലെന്നും MV ഗോവിന്ദൻ. CPI നേതാവ് KK ശിവരാമനെതിരെ CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ്. KK ശിവരാമന്റെ മാനസികാവസ്ഥ CPI പരിശോധിക്കണം. CPIMനെ രാഷ്ട്രീയ മര്യാദ പഠിപ്പിക്കാൻ ശിവരാമൻ വരേണ്ടെന്നും CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്. നോക്കാം കേരളത്തിലെ പ്രധാന വാർത്തകൾ. പുതുവർഷത്തിൽ റോഡ് സുരക്ഷാ ബോധവൽക്കരണവുമായി രാമമംഗലം ഹൈസ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്. സുരക്ഷിത് മാർഗ് എന്ന റോഡ് സുരക്ഷാ ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായാണ് ബോധവൽക്കരണം. SCMS, റോഡ് സേഫ്റ്റി ഇൻസ്റ്റിറ്റ്യൂട്ട്, കൂട്ടുകാരൻ ഗ്രൂപ്പ് എന്നിവയുടെ സഹകരണത്തോടെയായിരുന്നു പരിപാടി. മുണ്ടക്കെ ചുരൽമല ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ പുതുവർഷ ദിനത്തിൽ ഗാനവുമായി തൃപ്പൂണിത്തുറ RLV കോളേജിലെ നൃത്താധ്യാപിക വയലിൻ അധ്യാപിക രശ്മി പ്രദീപാണ് പുതുനാമ്പുകൾ എന്ന ഗാനവുമായി എത്തിയത്. ഭാരതീയ ശാസ്ത്രാസ് ആൻഡ് സംസ്കൃതം ബ്രിഡ്ജിംഗ് ട്രഡീഷണൽ വിസ്ഡം ആൻഡ് മോഡേൺ ഇന്നോവേഷൻ ഫോർ വികസിത് ഭാരത് എന്ന വിഷയത്തിൽ രാജീവ് ഗാന്ധി ബയോടെക്നോളജിയിൽ ഇന്റർനാഷണൽ സെമിനാർ സംഘടിപ്പിക്കുന്നു. ABRSM, രാജീവ് ഗാന്ധി ബയോടെക്നോളജി, AKFAI യൂണിവേഴ്സിറ്റി, സെൻട്രൽ UAS കേരള എന്നിവയുടെ നേതൃത്വത്തിലാണ് സെമിനാർ. ജനുവരി 3-4 തീയതികൾ നടക്കുന്ന സെമിനാർ നിയുക്ത കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ ആറളത്ത് ഇരുചക്രവാഹനത്തിൽ കാട്ടുപന്നി ഇടിച്ച് 2 പേർക്ക് പരിക്ക്. കീഴ്പള്ളി സ്വദേശികളായ തെക്കേടത്ത് ജിനു അലക്സ്, പിതാവ് അലക്സ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇടുക്കി കുട്ടിക്കാനത്തിന് സമീപം കാർ കൊക്കയിലേക്ക് മറിഞ്ഞ് ഒരാൾ മരിച്ചു. കാഞ്ഞിരപ്പള്ളി ആനക്കല്ല് സ്വദേശി ഫൈസലാണ് മരിച്ചത്. പുതുവത്സരാഘോഷത്തിലെത്തിയപ്പോഴായിരുന്നു അപകടം. തൃശൂർ പാലപ്പിള്ളിയിൽ വന്യജീവി ആക്രമിച്ച കുറുക്കന്റെ ജഡം കണ്ടെത്തി. പുന്നക്കര കൊച്ചപ്പന്റെ വീടിന് സമീപമാണ് കുറുക്കന്റെ ജഡം കണ്ടെത്തിയത്. മേഖലയിൽ പുലിശല്യം രൂക്ഷമായതിനാൽ പുലി ആക്രമിച്ചതാണ് എന്ന സംശയത്തിൽ നാട്ടുകാർ. കൊല്ലം ആയൂരിൽ വാഹനാപകടത്തിൽ വനിതാ SIക്ക് ഗുരുതര പരിക്ക്. കൊട്ടാരക്കര വനിതാ സെൽ SI പ്രിയ സഞ്ചരിച്ച കാർ ലോറിയുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങവേ ഇന്നലെ രാത്രിയാണ് അപകടം. പത്തനംതിട്ട അടൂരിൽ വീട്ടുകാരെ പൂട്ടിയിട്ട ശേഷം യുവാവ് വീട് അടിച്ചു തകർത്തു. മദ്യലഹരിയിലായിരുന്നു ജോമോൻ ഗ്യാസ് സിലിണ്ടർ തുറന്നുവിട്ടത്. ഫയർഫോഴ്സ് സംഘം വീട്ടിലുണ്ടായിരുന്നവരെ പുറത്തെത്തിച്ചു. കാസർഗോഡ് എരുമക്കുളത്ത് കാർ നിയന്ത്രണം വിട്ട് മതിലിൽ ഇടിച്ച് യുവാവ് മരിച്ചു. പണാംകോട് കോടോത്തു സ്വദേശിയായ ഷെഫീഖാണ് മരിച്ചത്.
പുതുവർഷത്തോടനുബന്ധിച്ച് പാലിയേറ്റീവ് കെയർ എടക്കര ശാഖയുടെ നേതൃത്വത്തിൽ വൺ ഡേ കളക്ഷനും സമൂഹ കേക്ക് മുറിയും സംഘടിപ്പിച്ചു. ശ്രീഗോകുലം ചിറ്റ്സ് ആൻഡ് ഫിനാൻസ് എടക്കര ശാഖയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടി കരുളായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുരേഷ് ഉദ്ഘാടനം ചെയ്തു. പാലിയേറ്റീവ് കെയർ ജനറൽ സെക്രട്ടറി നാസർ ടി.ടിക്ക്, AGM രതീഷ് ആർ, ബ്രാഞ്ച് മാനേജർ മനോഹരൻ കരുളായി എന്നിവർ ചേർന്ന് പണം കൈമാറി. എടക്കര വ്യാപാരി വ്യവസായി പ്രസിഡന്റ് മുഹമ്മദ് റഫീഖ് മുഖ്യപ്രഭാഷണം നടത്തി. കോഴിക്കോട് മുതുവടത്തൂർ VVLP സ്കൂളിൽ LSS വിജയികളായ വിദ്യാർത്ഥികൾക്ക് സൈക്കിൾ വിതരണം ചെയ്തു. പുതുവർഷാഘോഷവും പുതുതായി നിർമ്മിച്ച സ്റ്റേജിന്റെ ഉദ്ഘാടനവും നടന്നു. സ്കൂൾ മാനേജർ PV ബഷീർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രധാന അറിയിപ്പുകൾ. ചെങ്ങന്നൂർ IHR എഞ്ചിനീയറിംഗ് കോളേജിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ തസ്തികയിലേക്ക് ഒഴിവ്. അഭിമുഖം ജനുവരി 3-ന്. ആലപ്പുഴ ജില്ലയിൽ പിന്നാക്ക വിഭാഗ വകുപ്പ് നടപ്പാക്കുന്ന പരമ്പരാഗത മൺപാത്ര നിർമ്മാണ തൊഴിലാളികൾക്കുള്ള ധനസഹായ പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ജനുവരി 10. ആലപ്പുഴ തൈക്കാട്ടുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ പ്രൊജക്ട് അസിസ്റ്റന്റിന്റെ തസ്തികയിലേക്ക് ഒഴിവ്. അഭിമുഖം ജനുവരി 6-ന്. തൃശൂർ കോസ്ഫോർഡ് വർക്ക് സൈറ്റുകളിലേക്ക് എഞ്ചിനീയർമാരുടെ ഒഴിവ്. അഭിമുഖം ജനുവരി 7-ന് നടക്കും. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാം. കോഴിക്കോട് പാറക്കടവ് പഞ്ചായത്തിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികയിൽ നിയമനം നടത്തുന്നു. പഞ്ചായത്ത് ഓഫീസിൽ ജനുവരി 3-ന് 11 മണിക്കാണ് അഭിമുഖം. ഇനി ദേശീയ വാർത്തകൾ. മൈസൂരു ഇൻഫോസിസ് ക്യാമ്പസിൽ ഇറങ്ങിയ പുലിയെ കണ്ടെത്താനായില്ല. ജീവനക്കാർക്ക് ഇന്നും വർക്ക് ഫ്രം ഹോം നൽകി. ഇന്നലെ രാവിലെയാണ് ക്യാമ്പസിൽ പുലി എത്തിയത്. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ മമതാ ബാനർജിക്ക് മുന്നറിയിപ്പുമായി സുവേന്ദു അധികാരി. ബംഗാളിൽ അധികാരത്തിലെത്തിയാൽ മമതയെ ജയിലിൽ അയക്കുമെന്നാണ് പ്രഖ്യാപനം. നികുതി വെട്ടിപ്പ് തടയാൻ ഡിജി യാത്ര ആപ്പിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നുവെന്ന വാർത്തകൾ തള്ളി കേന്ദ്ര സർക്കാർ. ഡിജി യാത്രയെക്കുറിച്ചുള്ള സമീപകാല മാധ്യമ റിപ്പോർട്ടുകൾ അടിസ്ഥാനരഹിതമെന്ന് കേന്ദ്രം. കടുത്ത തണുപ്പിൽ ലക്നൌവിൽ റെയിൽവേ സ്റ്റേഷനിൽ കിടന്നുറങ്ങുന്നവർക്ക് മുകളിൽ വെള്ളം കോരിയൊഴിച്ച് ശുചീകരണ തൊഴിലാളികൾക്കെതിരെ രൂക്ഷ വിമർശനം. നടപടിയെടുക്കണമെന്നും ആവശ്യം. ഫീസ് അടയ്ക്കാത്തതിന്റെ പേരിൽ പരീക്ഷ എഴുതാൻ അവസരം നിഷേധിക്കപ്പെട്ടതിനെ തുടർന്ന് ദളിത് വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തു. ഹരിയാന സ്വദേശി ദീക്ഷയാണ് ആത്മഹത്യ ചെയ്തത്. രാജസ്ഥാനിൽ കുഴൽക്കിണറിൽ വീണ 3 വയസ്സുകാരി മരിച്ചു. 10 ദിവസം നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് കുട്ടിയെ പുറത്തെത്തിച്ചതെങ്കിലും രക്ഷാദൌത്യം വിഫലമായി. മണിപ്പൂരിൽ സുരക്ഷാസേനയും പ്രദേശവാസികളെയും ഏറ്റുമുട്ടി. കാങ്പോക്പിയിൽ സുരക്ഷാസേനയും കുക്കി വിഭാഗത്തിലെ സ്ത്രീകളും തമ്മിലാണ് സംഘർഷമുണ്ടായത്. നിരവധി പേർക്ക് പരിക്കേറ്റു. ഡൽഹിയിൽ ശൈത്യതരംഗം രൂക്ഷമായി. പലയിടത്തും ശക്തമായ മൂടൽമഞ്ഞ് രൂപപ്പെട്ടു. ദൃശ്യപരിധി കുറഞ്ഞത് വിമാനങ്ങളുടെ പ്രവർത്തനത്തെ ബാധിച്ചേക്കുമെന്ന് വിമാനത്താവള അധികൃതർ. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആം ആദ്മി പാർട്ടിക്കെതിരെ വിമർശനവുമായി കോൺഗ്രസ്. അരവിന്ദ് കെജ്രിവാൾ മാന്യമായി സംസാരിക്കുകയും പിന്നീട് ആളുകളെ കബളിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് സുഖ്ജീന്ദർ സിംഗ് രൺധാവ. മദ്യപിച്ച് ലക്കുകെട്ട് വൈദ്യുത ലൈനിൽ കിടന്നു മയങ്ങി യുവാവിന്റെ സാഹസം. ആന്ധ്രാപ്രദേശിലെ പാലക്കൊണ്ടയിലെ സിംഗിപുരത്താണ് സംഭവം. പ്രധാനമന്ത്രി ഫസൽ ബീമ യോജനയുടെ വിഹിതം ഉയർത്തി. വിഹിതം 69,515 കോടി രൂപയായി വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ചു. 4 കോടിയോളം കർഷകർക്ക് പ്രയോജനം ലഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ചെന്നൈയിൽ യാത്രക്കാരുടെ ബാഗുകൾ മോഷ്ടിക്കുന്ന റെയിൽവേ ജീവനക്കാരൻ പിടിയിൽ. റെയിൽവേ മെക്കാനിക് സെന്തിൽ കുമാറാണ് പിടിയിലായത്. 6 വർഷമായി ഇയാൾ യാത്രക്കാരിൽ നിന്ന് ബാഗുകൾ മോഷ്ടിക്കുകയാണെന്ന് പോലീസ്. ഉത്തർപ്രദേശ് തലസ്ഥാനമായ ലക്നൌവിൽ അമ്മയെയും 4 സഹോദരിമാരെയും യുവാവ് കൊലപ്പെടുത്തി. അർഷാദ് എന്ന യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ലക്നൌവിലെ ഹോട്ടലിലാണ് അതിക്രൂര കൊലപാതകം നടന്നത്. ഇനി രാജ്യാന്തര വാർത്തകൾ. മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ സർക്കാരിനെതിരെ നടന്ന ബഹുജന പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെട്ടവർക്ക് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് ധാക്കയിൽ വീണ്ടും പ്രതിഷേധം. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ പ്രക്ഷോഭം തുടരുമെന്ന് മുന്നറിയിപ്പ്. നേപ്പാൾ കാഠ്മണ്ഡുവിലെ ചിത്രപ്രദർശനം ശ്രദ്ധേയമാകുന്നു. ആർട്ടിസ്റ്റ് വിഭൂഷൺ നബിൻ തരംകർ രൂപപ്പെടുത്തിയ പ്രദർശനങ്ങളാണ് ശ്രദ്ധേയമാകുന്നത്. ചൈനയുടെ സമ്പദ്വ്യവസ്ഥ മാന്ദ്യത്തെ അഭിമുഖീകരിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ. കഴിഞ്ഞ വർഷത്തെ നിരക്കായ 6.5% നിന്ന്
4.6% വളർച്ചാ നിരക്ക് കുറഞ്ഞു. അമേരിക്കയോട് നന്ദി പറഞ്ഞ യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി യുക്രൈന് പിന്തുണ പ്രഖ്യാപിച്ചതിനാണ് നന്ദി രേഖപ്പെടുത്തിയത്. പാകിസ്ഥാനിലെ സുമൈഷ് ചൗരംഗിയിൽ പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ പോലീസ് ഷെല്ലാക്രമണം നടത്തി. ഷെല്ലാക്രമണം നേരിടാൻ പ്രതിഷേധക്കാർ പോലീസിനെ ആക്രമിച്ചു. ആക്രമണത്തിൽ നിരവധി പോലീസുകാർക്ക് പരിക്കേറ്റു. ഹമാസിന്റെ നുക്ബ പ്ലാറ്റൂൺ കമാൻഡർ അബ്ദുൽ ഹാദി സബ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ പ്രതിരോധ സേന. ഒക്ടോബർ 7 ഇസ്രായേലിൽ നടന്ന കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയത് അബ്ദുൽ ഹാദി സബയാണ്. നോക്കാം ബിസിനസ് വാർത്തകൾ. ടാറ്റ എന്റർപ്രൈസസിന്റെ ബിഗ് ബാസ്ക്കറ്റിന്റെ പ്രവർത്തനം വിപുലപ്പെടുത്തി ഇന്ത്യയിലെ മുൻനിര ക്വിക്ക് കൊമേഴ്സ് പ്ലാറ്റ്ഫോമായി മാറുകയാണ് ലക്ഷ്യം. ഈസി ട്രിപ്പ് പ്ലാനേഴ്സ് കമ്പനിയുടെ 1.4% ഓഹരി 78 കോടി രൂപയ്ക്ക് ഓപ്പൺ മാർക്കറ്റിലൂടെ ചെലവഴിച്ചു. ഓൺലൈൻ ട്രാവൽ കമ്പനിയായ ഈസ്മൈ ട്രിപ്പിന്റെ മാതൃസ്ഥാപനമാണ് ഈസി ട്രിപ്പ് പ്ലാനേഴ്സ്. ആകാശ എയറിന്റെ ന്യൂ ഇയർ സ്പെഷ്യൽ സെയിൽ തുടങ്ങി. വിമാന ടിക്കറ്റുകൾ 1000 രൂപ മുതൽ ലഭ്യമാണ്. അന്തർദേശീയ ആഭ്യന്തര റൂട്ടുകളിൽ കിഴിവുകളോടെ പ്രത്യേക ഓഫറുകളും പ്രഖ്യാപിച്ചു കമ്പനി. ഇന്ത്യൻ ഓഹരി വിപണികൾ പുതുവർഷത്തിലും സമ്മർദ്ദം നേരിട്ടേക്കുമെന്ന് വിദഗ്ധർ. ആഗോള വിപണികളിലെ സമ്മർദ്ദം തന്നെയാണ് വെല്ലുവിളിയായി തുടരുന്നത്. പുതിയ വർഷത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങളും സാമ്പത്തിക രംഗത്ത് സംഭവിക്കുമെന്ന് വിദഗ്ധർ. UPI വിനിമയം, ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളിലെ സ്ഥിര നിക്ഷേപം, റുപേ ക്രെഡിറ്റ് കാർഡ്, EPFO തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട പുതിയ സംവിധാനങ്ങൾ നിലവിൽ വരുമെന്നാണ് സൂചന. റെഡ്മി ടർബോ 4 നാളെ ചൈനയിൽ ലോഞ്ച് ചെയ്യും. മീഡിയാടെക്കിന്റെ ഒക്ടാകോർ ഡയമൻസിറ്റി അൾട്രാ ചിപ്സെറ്റിനൊപ്പം ലോഞ്ച് ചെയ്യുന്ന ആദ്യത്തെ സ്മാർട്ട് ഫോണാകും ഇത്. പോക്കോ X7 5G സീരീസ് ജനുവരി 9 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യും. നിരവധി ഫീച്ചറുകളുമായാണ് ഫോൺ അവതരിപ്പിക്കുന്നത്. മാരുതി സുസുക്കി വിറ്റാര, 7 സീറ്റർ മാരുതി ഗ്രാൻഡ് വിറ്റാര, മാരുതി ബ്രസ ഫേസ് ലിഫ്റ്റ് എന്നിവയുടെ മാരുതിയുടെ പുതിയ കാറുകൾ 2025 ലോഞ്ച് ചെയ്യാനൊരുങ്ങി കമ്പനി. പുതുവർഷത്തിൽ ലോക ചെസ്സിൽ പുതുചരിത്രം. ബ്ലിറ്റ്സ് കിരീടം പങ്കിട്ട മാഗ്നസ് കാൾസനും ഇയാൻ നീംപോനീഷിയും ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം പങ്കിടുന്നത് ഇതാദ്യം. ലോക ബ്ലിറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ വൈശാലിക്ക് വെങ്കലം. ചൈനീസ് താരം ജു വെഞ്ചുനോടാണ് വൈശാലി സെമിയിൽ തോറ്റത്. വനിതാ വിഭാഗത്തിൽ വെഞ്ചുനാണ് ജേതാവായത്. ബോർഡർ ഗവാസ്കർ പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ പൂജാരയെ ഉൾപ്പെടുത്താൻ പരിശീലകൻ ഗൗതം ഗംഭീർ ആവശ്യപ്പെട്ടിരുന്നതായി റിപ്പോർട്ട്. എന്നാൽ സെലക്ടർമാർ ആവശ്യം നിരസിക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷത്തെ ക്രിക്കറ്റിലെ മികച്ച 11കളെ പ്രഖ്യാപിച്ച സ്പോർട്സ് വെബ്സൈറ്റായ ESPN ക്രിക്ക് ഇൻഫോ. ജസ്പ്രീത് ബുംറയാണ് ടെസ്റ്റ് ടീം നായകൻ. ടെസ്റ്റ് ടീമിലും T20 ടീമിലും 3 വീതം ഇന്ത്യൻ താരങ്ങൾ. വെയിൻ റൂണിയെ പരിശീലക സ്ഥാനത്ത് നിന്ന് പുറത്താക്കി ചാമ്പ്യൻഷിപ്പ് ടീം പ്ലിമത്ത് ആർഗെയിൽ. ടീമിന്റെ ദയനീയ പ്രകടനത്തിന് പിന്നാലെയാണ് നടപടി. ലീഗിൽ വെറും 4 ജയങ്ങൾ മാത്രമുള്ള ക്ലബ് അവസാന സ്ഥാനത്താണ്. പിങ്ക് ടെസ്റ്റിന് മുന്നോടിയായി ഓസ്ട്രേലിയൻ ടീമിന്റെ ഫോട്ടോഷൂട്ട്. ക്യാൻസർ രോഗികൾക്കുള്ള ധനസമാഹരണത്തിനായി മഗ്രാജ് ഫൗണ്ടേഷനുമായി സഹകരിച്ചാണ് ക്രിക്കറ്റ് ഓസ്ട്രേലിയ പിങ്ക് ടെസ്റ്റ് നടത്തുന്നത്. സിഡ്നി ടെസ്റ്റിന് മുന്നോടിയായുള്ള ടീം ഇന്ത്യയുടെ പരിശീലന സെഷനിലേക്ക് കാണികൾക്ക് പ്രവേശനമുണ്ടാകില്ല. കഴിഞ്ഞ തവണ കാണികളുടെ ഭാഗത്തു നിന്നുണ്ടായ മോശം പെരുമാറ്റമാണ് തീരുമാനത്തിന് പിന്നിൽ. മറ്റന്നാളാണ് ഇന്ത്യ ഓസ്ട്രേലിയ 5ാം ടെസ്റ്റിന് സിഡ്നിയിൽ തുടക്കമാവുക. നോക്കാം കലാ സാംസ്കാരിക സിനിമാ വാർത്തകൾ. ബംഗളൂരു സൗത്ത് MP തേജസ്വി സൂര്യ വിവാഹിതനാകുന്നു. നർത്തകിയും ഗായികയുമായ ശിവശ്രീ സ്കന്ദപ്രസാദാണ് വധു. വരുന്ന മാർച്ചിൽ ബംഗളൂരുവിലാണ് വിവാഹം. ജോജു ജോർജ്, സുരാജ് വെഞ്ഞാറമൂടി ചിത്രം നാരായണീന്റെ 3 ആൺമക്കളിലെ പുതിയ ഗാനം പുറത്ത്. ഗാനം രചിച്ചിരിക്കുന്നത് റഫീഖ് അഹമ്മദ്. രാഹുൽ രാജിന്റെ സംഗീതത്തിൽ സുജിത് സുരേശനാണ് പാട്ട് പാടിയിരിക്കുന്നത്. സിനിമ ക്രീഡ് എന്റർടൈൻമെന്റ്സിന്റെ പുതിയ വെബ് സീരീസ് പ്രൊപ്പറേറ്റർ മഹേന്ദ്രന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത്. അദ്വൈത് P സജിത്ത് സംവിധാനം ചെയ്യുന്ന സീരീസിൽ യുവതാരങ്ങളായ ശ്രീരാജ് PS, അൽസിന അന്ന സാജു, അജയ് P ജോസ് എന്നിവർക്ക് പുറമെ സജിത് സുകുമാരനും പ്രധാന വേഷത്തിലെത്തുന്നു. അതുൽ വാര്യരാണ് സിനിമാറ്റോഗ്രഫി. സീരീസ് അടുത്ത മാസം പുറത്തിറങ്ങും. ഗൗതം വാസുദേവ് മേനോൻ സംവിധാനം ചെയ്യുന്ന ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് പുറത്തുവിട്ട അണിയറ പ്രവർത്തകർ. മമ്മൂട്ടി നായകനാകുന്ന ചിത്രം ജനുവരി 23 തിയേറ്ററുകളിലെത്തും.
നോക്കാം വൈറൽ ട്രെൻഡ്സ്. അനിയത്തിയെ വഴക്ക് പറഞ്ഞ അമ്മയെ ചോദ്യം ചെയ്യുന്ന സഹോദരങ്ങളെ ഏറ്റെടുത്ത് സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു അമ്മയോടുള്ള പെൺകുട്ടിയുടെ ചോദ്യം. റൈഫിൾ ക്ലബിലെ ഗാനത്തിന് ചുവടുവെച്ച് റംസാൻ മുഹമ്മദ്. വൈറലായി ഗായിക റിമി ടോമിയുടെ റീൽസ്. വൈറലാകുന്ന കുഴലൂതും പൂതന്നിലെ എന്ന പാട്ടിന്റെ റെക്കോർഡിംഗ്. നോക്കാം ഫാക്ട് ചെക്ക്. അമൂലിന്റെ പരസ്യം എന്ന പേരിൽ പ്രചരിക്കുന്ന ചിത്രം വ്യാജം. രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും ചിത്രങ്ങൾ വെച്ചുള്ള പരസ്യമാണ് പ്രചരിക്കുന്നത്. ഇനി നാളെ അറിയാം. കൂത്താട്ടുകുളം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ പുതിയ ഐസൊലേഷൻ വാർഡ് നാളെ മുതൽ പ്രവർത്തന സജ്ജമാകും. രാവിലെ നഗരസഭാ അധ്യക്ഷ ഉദ്ഘാടനം നിർവഹിക്കും. റെയിൽവേയുടെ പുതുക്കിയ ടൈം ടേബിൾ നാളെ മുതൽ വേണാട്, പാലരുവി, വഞ്ചനാട്, ഏറനാട് ഉൾപ്പെടെയുള്ള ട്രെയിനുകൾക്ക് സമയമാറ്റം. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നാളെ താപനില ഉയർന്നേക്കും. സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാന മൗണ്ടൈൻ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിനുള്ള ജില്ലാ ടീമിനെ തെരഞ്ഞെടുക്കാനുള്ള സെലക്ഷൻ ട്രയൽസ് നാളെ ആലപ്പുഴ കൊമ്മാടി സെയിന്റ് മേരീസ് റെസിഡൻഷ്യൽ സെൻട്രൽ സ്കൂളിന് സമീപം നടക്കും. നാളെ മന്നൻ ജയന്തി. സാമൂഹിക പരിഷ്കർത്താവ് മന്നത്ത് പത്മനാഭന്റെ 148ാമത് ജയന്തി ആഘോഷം NSS ആസ്ഥാനത്ത് നടക്കും. ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. 1901 ശേഷം ഇന്ത്യയിലെ ഏറ്റവും ചൂടേറിയ വർഷം 2024 റിപ്പോർട്ടുകൾ. ശരാശരി താപനില ദീർഘകാല ശരാശരിയേക്കാൾ 0.65 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇറ്റലിയിലെ സുവാരയിൽ ബോട്ട് മറിഞ്ഞ അപകടം. 20 പേരെ കാണാതായി, 7 പേരെ രക്ഷപ്പെടുത്തി. അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ നടപടി കർശനമാക്കി ഇന്ത്യ. ഡൽഹിയിൽ അനധികൃതമായി താമസിച്ച 11 ബംഗ്ലാദേശി പൗരന്മാരെ നാട് കടത്തി. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് ഡൽഹി പോലീസ്. ഇതോടെ 100 ന്യൂസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.